ഇത്രയും വലിയ കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾ വലിയ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടും എം സ്വരാജ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പറയുന്ന 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെടെ ഒരു പഞ്ചായത്തിൽ മാത്രം 118 വോട്ടിന്റെ ലീഡ് മേടിച്ചൊഴിച്ചാൽ ബാക്കി 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പുറകെ പോയില്ലേ? അദ്ദേഹം ജനിച്ച ബൂത്തിൽ പുറകെ പോയില്ലേ? അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൽ പുറകെ പോയില്ലേ? അതിനപ്പുറം എന്താ വേണ്ടത്? അദ്ദേഹം അങ്ങേയറ്റം ആക്ഷേപകരമായ രീതിയിൽ അദ്ദേഹം പറയുന്നു, ജനിച്ച നാട്ടിൽ ജനിച്ച മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നില്ലേ? അപ്പൊ ഞാൻ സത്യസന്ധമായി നമ്മളെല്ലാവരും രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുന്ന നാട്, അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്ത്, അദ്ദേഹത്തിന്റെ മണ്ഡലം, അങ്ങനെയൊക്കെ നിലയിൽ അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണോ അങ്ങ് നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത്? വ്യക്തി കേന്ദ്രീകൃതമായി ജനിച്ച നാടും ജനിച്ച ഗ്രാമപഞ്ചായത്തും ജനിച്ച മണ്ഡലവും ഒക്കെ വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുകയാണെങ്കിൽ ആരോടൊക്കെ എവിടേക്കൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് രാജ്യം വിടാൻ പറയേണ്ടതായിട്ട് വരും? ഭൂഖണ്ഡാതിർത്തി വിട്ട് പറഞ്ഞു വിടേണ്ട വരുന്ന MP-മാർ ഇന്ത്യയിലുണ്ടായിരിക്കില്ലേ? അത് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് കോൺഗ്രസ് പ്രതിനിധിയെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോ എന്നേക്കാൾ മുതിർന്ന പ്രായവും അനുഭവവും അറിവുമുള്ള ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ജനിച്ച നാടും പഞ്ചായത്തും വെച്ചിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ പുകൾപ്പറ്റകൾ ഒറ്റ നേതാക്കന്മാരും ഈ നാട്ടിലേക്ക് വണ്ടി പിടിച്ച് വരാൻ കഴിയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോൾ 4 സ്വന്തം നെഞ്ചിലേക്കാണെന്ന് കോൺഗ്രസ് പ്രതിനിധി അല്പം ചരിത്രാവബോധവും മര്യാദയും വിവേകവും ഉണ്ടെങ്കിൽ അങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജനിച്ച നാടിനെ കുറിച്ച് പറയുന്നു അല്ലെ, ജനിച്ച മണ്ഡലത്തെ കുറിച്ച് പറയുന്നു അല്ലെ, മുതുമുത്തശ്ശൻ മുതൽ മുത്തശ്ശി മുതൽ മാതാപിതാക്കൾ മുതൽ തലമുറ കൈമാറി കൊടുത്ത മണ്ഡലത്തെ ജനങ്ങൾ മുച്ചൂടുകൂടി മുടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് പാഴ്സൽ ചെയ്ത് വിട്ട നേതാവിനെ എങ്ങനെ വിളിക്കും? ജനിച്ച മണ്ഡലത്തെ മുടിപ്പിച്ചവനെ, അല്ലെങ്കിൽ മുത്തശ്ശി മുതൽ മുതുമുത്തശ്ശൻ മുതൽ മാതാപിതാക്കൾ മുതൽ ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്ന മണ്ഡലത്തെ നാമാവശേഷമാക്കിയവനെ അങ്ങനെയാണോ ACC യോഗത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനെ നിങ്ങൾ വിളിക്കാറുള്ളത്? അങ്ങനെയാണോ അദ്ദേഹത്തിന്റെ തോൽവി നേരിട്ട പെൺഹിറ്റ്ലറായിരുന്ന നേതാവിനെ നിങ്ങൾ വിളിക്കാറുള്ളത്? അതുകൊണ്ട് പരിശോധിക്കുക. ഇത്രേ ഉള്ളൂ. അങ്ങേക്ക് ഇത് പൊള്ളുവെന്ന് എനിക്കറിയാം. കാരണം എന്താണ്? ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോ എന്തും മര്യാദക്കെതിരെ പറയുക, തിരിച്ചതേ അളവുകൾ വെച്ച് അങ്ങ് എന്തിനാണ് പിന്നെ ഇടപെടുന്നത്?